പറ്റുമെങ്കിൽ നാളെ രാവിലെ വരെ കിടക്കും. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ വരെ കിടക്കും. ഇല്ലെങ്കിൽ രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. മഴ പെയ്യുന്ന പറഞ്ഞ ഒരുത്ത കയറി എൻ്റെ അതിരിക്കുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളാണെങ്കിൽ ഇവിടെ അടുത്തുള്ളൊരു പാറയുടെ മുകളിലാണെങ്കിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം എൻ്റെ കൂടെ സേതലിയുണ്ട്. സേതലിന് എല്ലാവർക്കും അറിയായിരിക്കും, എല്ലാവർക്കും അറിയത്തില്ല, നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയായിരിക്കും. നമ്മൾ രണ്ടും കൂടെ എവിടെയെങ്കിലുമൊക്കെ റൈഡൊക്കെ പോകുന്നത്. കാശ്മീർ റൈഡ് പോയപ്പോൾ മാത്രമേ ഞാൻ ഒറ്റയ്ക്ക് പോയത്, അല്ലാതെ അപ്പോൾ നമ്മൾ രണ്ടും ഒന്നിച്ച് റൈഡൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ടും കൂടെ ഇന്നിവിടെ ഒരു പാറയുടെ മുകളിൽ ടെൻ്റ് അടിക്കാൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ ഒരു വ്യൂ ആണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഒരു സൂപ്പർ വൈബാണ് ഇവിടെ, സൂപ്പർ പാറയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കണം. ഏറ്റവും മുകളിൽ പോകാം കേട്ടോ, ഏറ്റവും മുകളിലാണ് സൂപ്പർ. ഒരു പ്രാവശ്യം നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു, അങ്ങോട്ട് സ്ഥലം ഉണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ട് അവിടെ ടെൻ്റ് അടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ്. വേണ്ട, പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ഇപ്പം 5-6 മണിയായി. നമുക്ക് വെട്ടം പോകുന്നതിന് മുമ്പ് നമുക്ക് മുകളിൽ പോയിട്ട് ടെൻ്റൊക്കെ അടിക്കണം. എന്നിട്ട് പറ്റുമെങ്കിൽ നാളെ രാവിലെ വരെ കിടക്കും. വലിയ മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ നാളെ രാവിലെ വരെ കിടക്കും. ഇല്ലെങ്കിൽ രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു പോകും കേട്ടോ. അവൻ എവിടെ പോയി? അവൻ ഏറ്റവും മുകളിൽ കയറി പോയെന്ന് തോന്നുന്നു. ഒരു കാട് വഴിയാണ്. നീ അങ്ങ് പോയില്ലേടാ? ഞാൻ കരുതി നീ അങ്ങ് പോയെന്ന്. ഇവിടെ മഴയൊക്കെ പെയ്തുകൊണ്ടാണ് കേട്ടോ ഇവിടെ വെള്ളം. ആ മറ്റേ കിണർ അവിടെ ആയിരുന്നു, താഴെ ആയിരുന്നു. ഇവിടെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ ഒരു കിണറുണ്ട് കേട്ടോ, നമുക്ക് കാണിച്ചു തരാം. അതിൽ നല്ല തെളിഞ്ഞ വെള്ളമുണ്ട്. തെറ്റിയടിച്ചൊക്കെ വീഴ് കൂടാ. വേണ്ട, നല്ല തെളിഞ്ഞ വെള്ളമാണ് ഗൈസ്. താഴെ ഒരു തോടുണ്ട്. തോടാണ് ആറാണ് കേട്ടോ. തോടാ കല്ലെടുത്തണ്ടിയല്ലേ, അത് തോടല്ലേടാ ഗൈസ്. ഇത് തോടാണോ ആറാണെന്ന് അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് തോടാണ്, ഇത് ആറൊന്നുമില്ല. പിന്നെ നമുക്ക് വേറൊരു പണിയും കൂടെ കിട്ടുന്നുണ്ട്. നമ്മളെ ബാറ്ററി ആണെങ്കിൽ കയറി പെരുവി പോയി. ആ പെരുവി ബാറ്ററി ഇട്ടാണ് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കൂടെ കഴിഞ്ഞിട്ട് അപ്പോഴേ ബാറ്ററി എടുത്ത് ഊരിട്ടാണ്. പക്ഷേ എനിക്കിന്ന് എന്താണ് മൊബൈലിൽ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇനി ഒരു പുതിയ ബാറ്ററി വാങ്ങാനുള്ള പൈസ ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഗൈസ്. ഗോപ്രോയിൽ ഇടാൻ വേണ്ടിയുള്ള ബാറ്ററി വാങ്ങാനുള്ള പൈസ ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അതിന് 1600 രൂപ കൊണ്ടാവും. പക്ഷേ അത് വാങ്ങാനുള്ള പൈസ എൻ്റെ ഇല്ല. അതുകൊണ്ട് ഗോപ്രോയിൽ ഇപ്പോൾ ഉള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കും കേട്ടോ ഇത്. മൊബൈലിൽ എടുത്ത് നോക്കിയിട്ട് എനിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല. മൊബൈലിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. ഒരു കൂടിയ ഫോണൊക്കെ ആണെങ്കിൽ ക്ലാരിറ്റിയൊക്കെ കാണും. എൻ്റെ ഇരിക്കുന്ന ഫോണിൽ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് പേടിച്ചാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഇന്നത്തെ വീഡിയോ കൂടെ എടുത്തിട്ട് അപ്പോഴേ ബാറ്ററി എടുത്ത് കളയാൻ, അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും. ഇവിടെയൊക്കെ ടെൻ്റ് അടിക്കാൻ പറ്റിയ സൂപ്പർ സൈറ്റാണ്. പക്ഷേ നമ്മൾ ഇവിടെ ഒന്നുമല്ല അടിക്കുന്നത്, നമ്മൾ ഏറ്റവും മുകളിൽ പോയിട്ടാണ് അടിക്കുന്നത് കേട്ടോ.
എന്തായാലും നമ്മൾ ടെൻറ്റ് നമ്മൾ അവിടെ അടിക്കാൻ വേണ്ടി തീരുമാനിച്ച് ഇവിടെ നമ്മൾ അടിക്കാമെന്നും പറഞ്ഞിട്ടാണ് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ അടിക്കാമെന്നും പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ അവരൊക്കെ പോയി. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയി അടിക്കാൻ പോവുകയാണ്. കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ നല്ല രീതിക്കുള്ള മഴക്കോളുണ്ട്. വേണ്ട, നല്ല രീതിക്കുള്ള മഴക്കോളുണ്ട്. പിന്നെ അവിടെ താഴെ കണ്ട അമ്പലം ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പാട്ടും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി ടെൻ്റൊക്കെ അടിച്ച് പിന്നെ ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിട്ട് ഇന്ന് മിക്കവാറും നല്ല രീതിക്കുള്ള മഴയായിരിക്കും. ചിലപ്പോഴേ നമ്മൾ നാളെ രാവിലെ വരെ ഇവിടെ കിടക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളൊരു 8-9 മണിയാക്കുമ്പോൾ ഇവിടെ നിന്ന് പോകും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ അങ്ങോട്ട് നീങ്ങാൻ പോകണം കേട്ടോ. ഇവിടെ എന്തായാലും ടെൻ്റ് അടിക്കുന്നില്ല. നമ്മൾ ആദ്യം അടിച്ച് ഇവിടെ കാണിച്ചു തരാം. അവിടെ ഇവിടെ ഇരുന്ന് അവിടെ ഇരുന്നാടാ. ഇവിടെ ഇത്ര നല്ല നിരന്ന സ്ഥലം കിടന്നിട്ടാണ് അന്ന് യഥമില്ലാത്ത ഇവിടെ വന്ന് ടെൻ്റ് അടിച്ച് കിടന്നത്. ഗൈസ് ഒരു മുട്ടം പണിയാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്. നല്ല മഴക്കോളുണ്ട്. മഴയത്ത് ഇവിടെ ടെൻ്റ് അടിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ടെൻറ്റിൻ്റെ മുകളിലുള്ള വാട്ടർ പ്രൂഫ് ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല. വാട്ടർ പ്രൂഫ് ഞാൻ വേറെ എവിടെ മടക്കി വെച്ചെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ച് എല്ലാം കൂടെ അത് വാട്ടർ പ്രൂഫ് അല്ല. അത് ടെൻ്റാണ്. മഴ ചെയ്താൽ നനയും. വാട്ടർ പ്രൂഫ് ഇല്ലെങ്കിൽ മഴ നനയും. അതവിടെ വിരിക്കും. എന്നിട്ട് ആ വെള്ള ഭാഗമില്ലേ അതാണ്ടാ വലിച്ച് നീട്ടി നിർത്തുന്നത്. എനിക്ക് ഓർമ്മയില്ല. ഒരു വാട്ടർ പ്രൂഫ് എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ വാട്ടർ പ്രൂഫ് ഇട്ടില്ലെങ്കിൽ മഴ പെയ്യുന്നിടത്ത് വെള്ളമെല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇറങ്ങും. അപ്പോൾ ഒരു മുട്ടം പണി കിട്ടിപ്പോയി. എല്ലാവരും ക്ഷമിക്കണം. പക്ഷേ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. പക്ഷേ നമ്മൾ വാട്ടർ പ്രൂഫും കൊണ്ട് ഒരു ദിവസം നമ്മളിവിടെ നിന്ന് എന്തായാലും ടെൻ്റ് അടിക്കുന്നതായിരിക്കും. ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഇതിനകത്ത് ഇറക്കാൻ പോണ ഗൈസ്. അപ്പോൾ എന്തായാലും വേറൊരു ദിവസം നമ്മളെന്തായാലും ഇവിടെ ടെൻ്റ് അടിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇവ എന്തോന്ന് കാണിക്കുന്നു. ഒരുത്തൻ കറിൻ്റെ അകത്തിരിക്കുന്നു. മഴ പെയ്യുന്ന പറഞ്ഞ ഒരുത്തൻ കറിൻ്റെ അകത്തിരിക്കുന്നു. പിന്നെ ഗൈസ് നമ്മളിപ്പോൾ മൊബൈലാണ് കേട്ടോ ബാക്കി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ക്ലാരിറ്റിയിൽ കുറവാണായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നെ അപ്പോൾ എന്തായാലും നമ്മളിവിടെ നിന്ന് ടെൻ്റ് അടിക്കും. ഒരു ദിവസം ഇവിടെ നിന്ന് ടെൻ്റ് അടിക്കും. അതിൻ്റെ വീഡിയോ നമ്മളിതിൻ്റെ അകത്ത് ഇട്ടിരിക്കും. നിങ്ങളത് കണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ഇപ്പോൾ നേരെ കിരിട്ടി തുടങ്ങിയപ്പോൾ മഴ പെയ്യുന്നതിന് പോട്ട്. മഴ പെയ്താലും കുഴപ്പമില്ല. ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് അതിൻ്റെ അകത്ത് ഇരിക്കാമെന്നും പറഞ്ഞാണ് നമ്മൾ വന്നത്. പക്ഷേ വാട്ടർ പ്രൂഫ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ പോകുന്നത്. ആ മഴ വരുന്നു. ഞാൻ മൊബൈലൊക്കെ ഓഫ് ആയിട്ടില്ലെങ്കിൽ അടുത്ത പണിയും കൂടെ കിട്ടും. ഇവിടെ ക്യാമറ ഇവിടെ ഇരിക്കുന്നതാ ഗോപ്രോ. അപ്പോൾ ഗൈസ് ഇപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. മാക്സിമം നമ്മളെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം. നമ്മുടെ ചാനലിൽ വ്യൂസും സപ്പോർട്ടൊന്നും കിട്ടാത്തതുകൊണ്ടാണ് നമുക്കും കയറേണ്ടൊരു ഒരു ഉന്മേഷമൊന്നും കിട്ടാത്തത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം.